അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി സ്ഥാനാർത്ഥിയായേക്കില്ല. പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിയിലേക്ക് പരിഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് 9 സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന കടുത്ത നിലപാടിലാണ് DMK. റായ്ബറേലിയിലെ ഒരു സീറ്റാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ശേഷിക്കുന്നത്. സിറ്റിംഗ് എംപിമാരെല്ലാം സ്ഥാനാർത്ഥിയാകണമെന്ന വ്യവസ്ഥ പാലിച്ചാൽ സോണിയാഗാന്ധി തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകണം. എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം. സോണിയാഗാന്ധി ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മാറും. കർണാടകയിൽ നിന്നാകും പാർട്ടി സോണിയാഗാന്ധിയുടെ രാജ്യസഭാ പ്രവേശനം ഉറപ്പാക്കുക. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് സാധ്യത. തമിഴ്നാട്ടിലെ സീറ്റ് വിഭജനവും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി മുന്നോട്ട് പോവുകയാണ്. നാളെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെ 9 സീറ്റ് മാത്രമേ പരമാവധി കോൺഗ്രസ് പ്രതീക്ഷിക്കാവൂ എന്ന് DMK വ്യക്തമാക്കി. ബംഗാളിലും തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഡെറിക് ഒബ്രിയാനെതിരായ വിദേശി പരാമർശത്തിൽ ആദിർ രഞ്ജൻ ചൗധരി ഖേദം പ്രകടിപ്പിച്ചു. ആദിർ രഞ്ജന്റെ നീക്കങ്ങളെല്ലാം BJPയെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് തൃണമൂൽ പരിഹസിച്ചു. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.